നമസ്കാരം. ഞാൻ വന്ദന തങ്കൻ. അപ്പൊ എന്നെ ഈ ആരും തന്നെ വന്ദന എന്നൊന്നും വിളിക്കാറില്ല. എല്ലാവരും ഈ തങ്ക എന്നാ. അപ്പൊ ഈ തങ്ക എന്ന് വിളിക്കുമ്പോൾ വിഷയം തന്നെ എന്നാന്ന് പറഞ്ഞാൽ എന്നെ അച്ഛനെ വിളിക്കണേ ആണോ അതോ എന്നെ തന്നെ വിളിക്കണോ എന്ന് ചിലപ്പോൾ എനിക്ക് ഡൗട്ട് വരാറുണ്ട്. അപ്പൊ തങ്ക എന്ന് പറയുമ്പോൾ നിങ്ങൾ മറ്റേ ചുരുളിയിലെ തങ്കൻ എന്ന് വിചാരിക്കരുത്. ഞാൻ ഇച്ചിരി അല്പം സ്റ്റാൻഡേർഡൊക്കെ ആട്ടോ. അപ്പൊ തങ്ക എന്ന് പറഞ്ഞ ഒരു വിഷയം വന്നത് ഞങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കാം. അപ്പൊ അച്ഛൻ, അമ്മ, ചേച്ചി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഓടി വന്ന ഒരു കൂട്ടുകാരി തങ്കോ എന്ന് പറഞ്ഞ ഒറ്റ വിളി. ആ വിളിയിൽ ഞങ്ങൾ 3 പേരും തിരിഞ്ഞു നോക്കി. ഞാൻ വിചാരിച്ചത് ഒന്നല്ലെങ്കിൽ ഞാൻ, അച്ഛൻ മാത്രമേ ഉള്ളെന്നാ. പക്ഷെ നോക്കിയപ്പോൾ ചേച്ചിയും കൂടെ തിരിഞ്ഞു നോക്കി. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ വീട്ടിൽ 3 തങ്കന്മാരാണുള്ളതെന്ന്. അപ്പം ഈ തങ്കൻ, ശശി, സോമൻ അങ്ങനെയൊക്കെ പേരുള്ളവർക്ക് പ്രത്യേകിച്ച് മക്കൾക്ക് നല്ല പേരിൻ്റെ ആവശ്യമില്ല. കാര്യം അവൻ ഫ്യൂച്ചറിൽ ഈ പേരിലായിരിക്കും അറിയപ്പെടുക. അപ്പം നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാനിവിടെ പേരിനെ കുറിച്ചാണ് പറയാമെന്ന്. പേരിനെ കുറിച്ചൊന്നും അല്ല കേട്ടോ, എന്നെക്കുറിച്ചാണ്. എന്നെ പറ്റിയെന്ന് പറഞ്ഞാൽ ലൈക്ക് ഞാൻ എൻ്റെ ലൈഫിലെ 3 ടേണിംഗ് പോയിൻ്റാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ 3 ടേണിംഗ് പോയിന്റ് നിങ്ങളുടെ ലൈഫിലൊക്കെ മേ ബി റിലേറ്റഡ് ആയിരിക്കും. അപ്പം നോക്കൂ കേട്ടോ, റിലേറ്റഡ് ആണോ അല്ലേന്ന്. എൻ്റെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ അച്ഛന് ലോട്ടറിയാണ്. ലോട്ടറി ആയത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ശിവകാമി ദേവി ബാഹുബലിനെ ഒറ്റ കൈ കൊണ്ട് പൊക്കി മാസ് കാണിച്ചപ്പോൾ ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ അച്ഛൻ അരയിലെ കുപ്പി പൊക്കിയാണ് മാസ് കാണിച്ചത്. ആ ഒരു മാസിന് അച്ഛൻ ആ ഒരു ആഴ്ചയെ വൈറലായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമാണ് എന്നെ ഡോക്ടറാക്കണമെന്ന്. അപ്പോൾ ഡോക്ടറാക്കാൻ വേണ്ടി ആ പള്ളിക്കൂടത്തിലൊക്കെ കൊണ്ട് ചേർത്ത് ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോൾ അച്ഛന് മനസ്സിലായി ഈ പരിപാടി നടക്കാൻ പറ്റില്ല. അന്ന് ആ ഡോക്ടർ പോയിട്ട് ഒരു ഡോക്ടറിനെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ അടുത്ത് നൈസായിട്ട് ചെന്നപ്പോൾ അമ്മയെ ആട്ടിവിട്ടു. അങ്ങനെ അച്ഛൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അച്ഛൻ അങ്ങനെ ഒതുക്കി മാറ്റി വെച്ചു. അപ്പം എൻ്റെ അച്ഛനെയും അമ്മേനെയും കുറിച്ച് പറയാനാണെങ്കിൽ അച്ഛൻ ഒരു തീപ്പൊരിയാണെങ്കിൽ അമ്മ തീയാണ് എൻ്റെ കാര്യത്തിലും. അപ്പം അച്ഛനെ പൊതുവേ നാട്ടുകാർ ഒരു ചെല്ലപ്പേര് വിളിക്കുന്നുണ്ട്, ആമത്തങ്കൻ. ആമത്തങ്കൻ അച്ഛനെ വിളിക്കുന്നത് അച്ഛൻ ആമേനെ പോലെ നടന്നിട്ടോ ആമേനെ പിടിച്ചിട്ടോ അല്ല. അച്ഛൻ 6 മണിക്ക് ശേഷം വെള്ളത്തിലും 6 മണിക്ക് മുന്നേ കരയിലുമാണ് അച്ഛൻ. അപ്പം 6 മണിക്ക് മുന്നേ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും മറ്റേ ഗവൺമെൻറ് ഓഫീസിലൊക്കെ ചെന്ന് നമ്മൾ നിന്നിട്ട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നീ നീലക്കാടാ കൊണ്ടുവന്നേക്കണം, മഞ്ഞക്കാട് കൊണ്ട് അങ്ങനെ ഒരു പരിപാടി പറയണ മാതിരി അമ്മു ഒരു പരിപാടി നടക്കത്തില്ല എന്നുള്ളൊരു പരിപാടിയാണ് പറയാം. അതേസമയം 6 മണിക്ക് ശേഷം നമ്മൾ ചെന്നാലോ കട്ട സപ്പോർട്ടും. അതേമാതിരി എൻ്റെ അമ്മേനെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ വീട്ടിലെ ലൈലേന്ന് വിളിക്കണ തത്തേനെ കൊണ്ട് ലൈല ചേച്ചിന്ന് വിളിപ്പിക്കുന്ന അമ്മയാണ്. അപ്പം ഈ അമ്മേനെ അമ്മക്കും ഒരു വീക്ക് പോയിന്റ് ഉണ്ട് എന്നും പറഞ്ഞ് അമ്മ വെള്ളടിക്കണം എന്നല്ല കേട്ടാ. അമ്മ വീക്ക് പോയിന്റ്, അമ്മയുടെ വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ അമ്മ ഒരു ഡാൻസുകാരിയാണ്. അമ്മ ഡാൻസുകാരിയല്ല, നമുക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടം. അമ്മ അഥവാ ഡാൻസ് കളിച്ചാൽ വെള്ളത്തിൽ വീണ പൂച്ചേതിന് മാതിരി കാലിട്ടടിക്കണ മാതിരിയാണ്. അപ്പം അമ്മയുടെ നമ്മളിങ്ങനെ ഡാൻസ് കളിച്ചൊക്കെ വൈബായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞാൽ അമ്മ ഓക്കെ പറയും. അതേസമയം നമ്മൾ ആട്ടിവിടും. അപ്പം ഇവരൊക്കെ ഇങ്ങനെയാണ്. അപ്പം അവരുടെ മാതിരി എനിക്കും എന്തെങ്കിലും സ്കില്ലൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ആ ഒരു സ്കില്ല് ഞാൻ തെളിയിച്ചത് ഒരു 1-2 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ്. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ എന്ന് പറഞ്ഞാൽ മേ ഐ ഗോ ടു ടോയ്ലറ്റ് മിസ് അങ്ങനെ ചോദിച്ചാലേ നമ്മൾ വിടുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, വിടത്തില്ലെങ്കിൽ അല്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൂട്ടുകാരുടെയൊക്കെ മുമ്പിൽ വെച്ച് നാറ്റിക്കും. അപ്പം എന്താ വെച്ചാൽ ആ ഒരു സാഹചര്യം നേരിടാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അപ്പം തന്നെ പിടിച്ച് വെച്ചോണ്ടേ പിടിച്ച് അവസാനം അപ്പുറത്തിരിക്കുന്ന കൂട്ടുകാർ ഒരു ചളി അടിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അപ്പം നാറരുതല്ലോ, അതിന് വേണ്ടിയിട്ട് കയ്യിലെ ബോട്ടിൽ നിന്ന് വെള്ളം മറിച്ചൊഴിച്ച് അപ്പോൾ ആ വെള്ളത്തിൽ മിക്സായി പിന്നെ വെള്ളമാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നാറാണ്ടിരുന്നു. ഇനി ഞാൻ പറയാൻ പോണത് നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫിൽ മേ ബി കടന്നുപോയ ഒരു ടേണിംഗ് പോയിന്റ്സ് ആണ്. 3 ടേണിംഗ് പോയിൻ്റാണ് മെയിനായിട്ട് വന്നത്. നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും വന്നതായിരിക്കും. ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 10th ആണ്. 10th കയറുമ്പോഴേ ഇങ്ങനെ ഇരിക്കണ മിസ്സുമാർ നമ്മളെ പറഞ്ഞ് അമ്മാതിരി റോക്കറ്റെ കയറ്റി വിടുന്ന മാതിരിയുള്ള ഒരു ഹൈപ്പാണ് കൊടുക്കുക. എന്താ പറയുക, നമ്മുടെ ജീവിതത്തിലെ ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് ആണ്. നിങ്ങളുടെ ജീവിതം ഇവിടെ നിന്ന് മാറാൻ തുടങ്ങുന്നു. ഇങ്ങനെയൊക്കെ ഒരുമാതിരി നമ്മളെ അല്ലേ ടീച്ചറെ പേടിപ്പിച്ചിട്ടില്ലേ? കാണും. അപ്പം പേടിപ്പിച്ച് ഒരു ഹൈഡ്രജൻ ബലൂൺ ഇങ്ങനെ വീർപ്പിച്ച് വന്ന മാതിരി അമ്മാതിരി ഹൈപ്പ് കൊടുക്കും. അതിനകത്ത് ചിലതൊക്കെ പൊട്ടാറുണ്ട്, ചിലതൊക്കെ കയ്യിൽ വെക്കാറുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് കയ്യിലിരുന്ന ഒരു സാധനമാണ് ഞാൻ. അങ്ങനെ 10 കഷ്ടപ്പെട്ട് പാസ്സായി. ഇനി അടുത്ത +1ലേക്ക് കാണുമ്പോൾ പിന്നെ ഇവർ വന്നിട്ട് ഇതും നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആണ്, ഇത്രയും നാളെ നിങ്ങളുടെ ഒരു ക്ലാസ്സും ഒന്നുമല്ല എന്നുള്ള അടുത്ത ടേണിംഗ് പോയിന്റ് എന്ത് ചെയ്യും കൊണ്ടുവരും. അത് മറ്റേ സുരേഷ് ഗോപിയുടെ ഹോട്ട് സീറ്റിലൊക്കെ പിടിച്ചിരുത്തണ മാതിരി നമ്മളെയൊക്കെ കൊണ്ടിരുത്തുക. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കര ടെൻഷൻ
മനസ്സിലായി. പിന്നെ അവർ കൂടുതൽ പറയാന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ നാഴികക്കല്ലാണ്. അവസാനം +1ഉം +2ഉം അങ്ങോട്ട് പാസ്സായിട്ട് അവിടുന്ന് കല്ലേറ് അല്ലാണ്ട് വേറെ ഒരു പരിപാടി എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ആ സർട്ടിഫിക്കറ്റ് ഒക്കെ അമ്മ ഇപ്പം മറ്റേ അടിച്ചു വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പം ഇങ്ങനെ നിൽക്കുക. അപ്പം ഇങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് പഠിക്കണില്ല എന്നൊക്കെ ഭയങ്കര വിഷമം. അപ്പം എൻ്റെ വീട്ടിലെ വാലാട്ടണ പട്ടി വരേക്കിനും ഇപ്പം എന്നെ നോക്കി കുരയ്ക്കുകയും ചെയ്യാം. പിന്നീട് അമ്മയെന്ന് പറഞ്ഞാൽ അച്ഛൻ ഈ വഴക്ക് പറഞ്ഞ് നന്നാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അമ്മ വിചാരിച്ചു എന്നാൽ ദൈവത്തിൻ്റെ പാതയൊക്കെ സ്വീകരിക്കാം. അപ്പം ദൈവത്തിൻ്റെ പാത എന്ന് പറഞ്ഞാൽ അമ്മ മറ്റേ അമ്പലത്തിൽ പോയിട്ട് വഴിപാട് ചെയ്യുകയോ അല്ലെങ്കിൽ പോട്ടെ എണ്ണ നേരുമൊന്നും അല്ല ചെയ്തത്. അമ്മ എന്നാന്ന് പറഞ്ഞാൽ മറ്റേ അമ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ ഇങ്ങനെ ഫോർവേഡ് മെസ്സേജ് വരും. ഈ മെസ്സേജ് നിങ്ങൾ ഫോർവേഡ് ചെയ്താൽ നിങ്ങൾക്ക് ഐശ്വര്യവും നിങ്ങളുടെ ആഗ്രഹം സഫലമാവുകയും ചെയ്യും. അപ്പം അമ്മ ഇത് 20 പേർക്ക് എൻ്റെ ഫോണിലും കൂടി ഇത് കിടക്കണുണ്ട്, എനിക്കും കൂടെ അയച്ചു തരും. ഇത് സഫലമാവാം. എന്നിട്ട് എന്നോട് പറയാം അമ്മു ഞാനിത് 20 പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, ഉറപ്പാ ഇനി തൊട്ട് എൻ്റെ ലൈഫ് സെറ്റാണ്. അങ്ങനെ കഴിഞ്ഞു. അപ്പം അങ്ങനെ കഴിഞ്ഞ് പ്രത്യേകിച്ച് മാർക്കൊന്നും കിട്ടാതെ വീട്ടിൽ ഇരുന്നപ്പോൾ അച്ഛൻ വന്നു. അച്ഛൻ എന്നെ ബാങ്കിൽ കൊണ്ടുപോയി. ബാങ്കിൽ കയറിയപ്പോൾ ഒരു അടിപൊളി ഇത് ഇവിടത്തേക്ക് മാതിരി ഒരു AC, മൊത്തത്തിൽ ഫീല്, ക്യാഷിൻ്റെ ഡീലിങ്, ഇതൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു എന്നാൽ ഇവിടെ ഞാൻ ഇരിക്കണം, ഇവിടുത്തെ ഒരു കസേര എനിക്ക് വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞ് BCom പഠിക്കാൻ പോയി. BCom പഠിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കൊള്ളില്ലാത്ത മാർക്ക് ആയതുകൊണ്ട് തന്നെ അതേമാതിരിയുള്ള ഒരു കോളേജിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. ആ അഡ്മിഷൻ്റെ ബേസിൽ അവിടെ ഒരു വൈബാക്കി വന്നുകൊണ്ടിരുന്നപ്പോഴാണ് അക്കൗണ്ടൻസിയുടെ ക്ലാസ് തുടങ്ങിയത്. ഞാൻ ഈ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചത് ഞാൻ അക്കൗണ്ടൻസിയുടെ ക്ലാസ്സിൽ ഇരുന്നപ്പോൾ എൻ്റെ കിളി പാറി. ആ പാറിയ കിളീനെയും പിടിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും അപ്പോൾ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് പണിയായിരുന്നു. അപ്പോൾ വീട് പണിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നോക്കിയപ്പോൾ അപ്പോൾ അവിടുത്തെ എഞ്ചിനീയറൊക്കെ വന്ന് ബംഗാളികളെ കൊണ്ട് അത് ഇത് ചെയ്യുന്നൊക്കെ ഓരോ ആക്ഷൻസ് ചുമ്മാ ഇരുന്ന് പറയുന്നു. അതൊരു രാജാതിരാജ ഫീലൊക്കെ. അപ്പം അങ്ങനെ ഫീലപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ രാജാവായി കളയാം, എന്നാൽ പിന്നെ എഞ്ചിനീയറിംഗ് പഠിച്ചേക്കാന്ന് പറഞ്ഞ് അച്ഛന് ഭയങ്കരമായിട്ടൊരു ആത്മവിശ്വാസം കൊടുത്ത് അച്ഛാ ഞാൻ ഇവിടെ നിന്ന് ഇരിക്കേണ്ട ആളല്ല, ഞാനൊരു എഞ്ചിനീയറായി തീരേണ്ട ആളാന്ന് പറഞ്ഞ് അച്ഛന് ആത്മവിശ്വാസം കൊടുത്തിട്ട് ഞാനും അച്ഛനും കൂടെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോയി. എഞ്ചിനീയറിംഗ് കോളേജ് ചെന്നപ്പോൾ അടിപൊളി കോളേജ്, ഇപ്പം കണ്ട കോളേജൊക്കെ അങ്ങോട്ട് മാറി നിൽക്കും. നല്ല കോളേജ്, നല്ല നല്ല ചേട്ടായിമാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ചേട്ടായിമാരുടെ കൂടെ തന്നെ ചേച്ചിമാരും ഉണ്ടായിരുന്നേ. അപ്പം നമുക്ക് സ്കോപ്പില്ല എന്നങ്ങോട്ട് മനസ്സിലായി. സ്കോപ്പില്ലാന്ന് മനസ്സിലായാലും എന്നാലും ആത്മവിശ്വാസം കൈവിടാണ്ട് ഞാൻ മറ്റേ ചങ്സിലെ ഹണി റോസിൻ്റെ എൻട്രി അങ്ങോട്ട് പോയി. പിന്നീട് പിള്ളേർ പറഞ്ഞറിഞ്ഞു ഞാൻ അവിടുത്തെ ചാളമേരിയായിരുന്നു. കുഴപ്പമില്ല, അതൊക്കെ ഞാൻ സഹിച്ചു. അങ്ങനെ സെമ്മ് തുടങ്ങിയപ്പോൾ വീണ്ടും ഇത്രയും നാൾ നിങ്ങൾ പഠിച്ചതൊന്നും ഒന്നുമല്ല, ഇനിയാണ് നിങ്ങളുടെ ജീവിതം തുടങ്ങാൻ പോണം, ഇവിടെയാണ് നിങ്ങളുടെ ജീവിതം, ഇത് പഠിച്ചാലേ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എത്തും. അങ്ങനെ അടുത്ത ടേണിംഗ് പോയിന്റ് വന്നു. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വന്നതല്ലേ ഇതൊക്കെ. അപ്പം ആ ടേണിംഗ് പോയിന്റ് വന്നു. ഓക്കെ എന്നാൽ പഠിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ പഠിക്കാനൊക്കെ തുടങ്ങിയെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ പരീക്ഷ കഴിഞ്ഞപ്പോൾ മനസ്സിലായി വിശ്വാസം മാത്രമേ ഉള്ളായിരുന്നു, വേറെ പരിപാടിയൊന്നും ഞാൻ ചെയ്തില്ലായിരുന്നു. അപ്പം എന്നാൽ പിന്നെ ജീവിതം എന്ന് പറയുന്നത് ഈ പഠിക്കുക ജോലി വാങ്ങുക മാത്രമല്ലല്ലോ, കൂടെ ഒരാളുണ്ടെങ്കിൽ അടിപൊളിയല്ലേ. എന്നാൽ പിന്നെ അങ്ങനെ ഒരാളെ സെറ്റാക്കാൻ വേണ്ടി അപ്പം ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്. അപ്പോൾ എൻ്റെ വീടിന് കറണ്ട് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാനേ ഒരു ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആരെങ്കിലും നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടുത്തെ ചേട്ടന്മാരെ നോക്കാൻ തുടങ്ങി. നോക്കി അവസാനം ഒരു ചേട്ടനെ സെറ്റായി കഴിഞ്ഞ് ഞാൻ ചേട്ടനോട് എന്ന് ചോദിച്ചു, ചേട്ടാ എൻ്റെ ഇരുട്ടുള്ള വീട്ടിലെ വെളിച്ചമായി വരാൻ ചേട്ടന് താല്പര്യമുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. അതെ ചോദിച്ചതും നിനക്ക് വല്ല മെഴുകുതിരി എടുത്ത് കത്തിച്ചുകൂടെ ഇടിയുന്നു. എന്നാൽ ഓക്കെ മാറ്റി വെച്ചു. എന്നാൽ പിന്നെ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ മറ്റേ സങ്കടപ്പെട്ട് അങ്ങ് മാറി എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. എന്നാൽ ഇലക്ട്രിക്കൽ പോയി. എന്നാൽ പിന്നെ നമ്മുടെ കാറ് നന്നാക്കാൻ വേണ്ടി ഒരു മെക്കാനിക്കൽ കാരനെ ആകാമല്ലോ എന്ന് വിചാരിച്ചു. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നോട്ടം തുടങ്ങി. നോക്കി അവസാനം ഒരു ചേട്ടനെ സെറ്റായി. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മനസ്സിലായി പുള്ളി പല വണ്ടിയുടെ മെക്കാനിക്കായിരുന്നു. അതിൻ്റെ പ്രത്യേകിച്ച് പുള്ളി വർക്ക് ചെയ്യണ ടൈം എന്ന് പറഞ്ഞാൽ രാത്രിയാ, മെയിൻ വർക്ക് രാത്രിയിൽ പോയി ചെയ്യണ പുള്ളിയായിരുന്നേ. അതുകൊണ്ട് പുള്ളീനെ വേണ്ടാന്ന് വെച്ചു. അപ്പം എനിക്ക് മനസ്സിലായി ഈ പഠിത്തവും ഈ പരിപാടിയൊന്നും എനിക്ക് പറ്റണമല്ല. അപ്പം ഞാൻ ഇനി അടുത്ത ടേണിംഗ് പോയിന്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. താങ്ക് യു.